അതോ വന്ന് വന്നു. അമ്മാമ്മ, ഇവിടെയാണോ അച്ഛന്റെ അമ്മേനും കല്യാണം നടത്തണേ? അതെ മോനെ. വഴിയിൽ വെച്ച് വീണയ്ക്ക് വയ്യാതായി. കുറെ സമയം അങ്ങനെ കളഞ്ഞു. അവസാന നിമിഷവും മുടക്കാനുള്ള തന്ത്രപ്പാടില്ല അല്ലയോടി. തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ തന്നെ അതൊക്കെ തട്ടി മാറ്റണ്ടേ? അല്ലേ അമ്മേ? അല്ലേ അമ്മാവ? അടുത്ത നിങ്ങളുടെ രജിസ്ട്രേഷനാണ്. വധുവും വരനൊക്കെ എത്തിയില്ലേ? ആ ഉണ്ട് സർ, ഇവരാണ്. എന്നാ ശരി, അകത്തോട്ട് കയറി ഇരുന്നോളൂ. ഇവിടെ വെച്ച് അമ്മയെ തോൽപ്പിക്കരുത് മോളെ. ഒന്ന് നിൽക്കണം. നിത്യക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. വാ വാമേ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ കാത്തുരക്ഷിച്ച ദൈവങ്ങളുടെ പട്ടികയിൽ ഹരിയുടെയും അമ്മാവന്റെയും പേര് എന്റെ മനസ്സിലുണ്ട്. എന്തായാലും ഒരു നല്ല ദിവസമാണല്ലോ. ഇവിടെ എല്ലാരും ഒരുമിച്ച് കൂടിയിരിക്കുകയല്ലേ. മോനെ, ഇത് അപ്പൂപ്പനാ. ചെല്ല്. വാ രഘുവേട്ട, ഹരിയുടെ. ചിരിച്ച, നിങ്ങളോട് എന്നെ കുറിച്ച് ആരാ പറഞ്ഞത്? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയത്? അച്ഛാ, ഇത് എത്ര നാളത്തെ കൈപ്പോക്ക്? അതറിഞ്ഞൂടാ. തിരുവനന്തപുരത്ത് എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് തങ്ങണം. എന്നിട്ട് നിത്യമോളെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ മടക്കം. ഞാൻ നോക്കാം. നിക്കച്ചാ, ഞാൻ നോക്കാം. നിത്യേച്ചി എവിടെയാ നിത്യേച്ചി ഉള്ളത്? നിങ്ങൾ കരുതുന്ന പോലെ നിത്യ ഒരു മോശപ്പെട്ട അവസ്ഥയിലല്ല. നിത്യയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പോയതോടെ
നിത്യയുടെ ദുരിതങ്ങളൊക്കെ അവസാനിച്ചു. അവളിപ്പോ മാന്യമായിട്ട് ജീവിക്കുക, മറ്റൊരു ഭർത്താവിന്റെ കൂടെ. അച്ഛാ, ഇവൻ വീണ്ടും കള്ളം പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇവനെ വിശ്വസിക്കരുത്. അല്ല 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 സോറി സോറി, ഞാൻ തെറ്റിയെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോഴെങ്കിലും വിശ്വസിക്കാം നിങ്ങള്. ആ എങ്കിൽ നമുക്ക് പോവാം നിത്യയുടെ അടുത്തേക്ക്. ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. എന്താ പോവാം. പോവാം 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 പോകാം. ഒപ്പം വന്നപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു മോളെ. പക്ഷേ അല്ല, രഘുവേട്ടനോട് ഇങ്ങോട്ട് വരാൻ ആരോ പറഞ്ഞത്? ഞാൻ തനിച്ചല്ലേ സുജാതെ, കട്ടിലില് ഒരേ കിടപ്പ് കിടക്കും. രാവും പകലും കടന്നു പോകുന്നത് പോലും എനിക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു. ഇന്നലെ അങ്ങനെ കിടക്കുമ്പോ